ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെയിംസ് ബെർണോളിയാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എക്സിൻ്റെ വില 0, 1, 2, 3 എക്സെട്ര അപ് ടു എൻ വരെയുണ്ട്. പിയും ക്യൂവും കൂടെ സം ചെയ്യുമ്പോൾ 1. നീ എൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് എത്ര ടൈം റിപ്പീറ്റ് ചെയ്യണു എന്നുള്ളതാണ്, നമ്പർ ഓഫ് ട്രയൽസ്. പി എന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് പി, ഫെയിലർ ആവാനുള്ള പ്രോബബിലിറ്റിനെ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യണം. ഇനി എന്നിൻ്റെ വില 1 ആവുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബെർണോളി ഡിസ്ട്രിബ്യൂഷനിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ എന്താണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ? എ റാൻഡം വേരിയബിൾ എക്സ് മാർക്ക് ബൈ ഓൺലി 2 വാല്യൂസ്, 2 വിലകളേ ഉള്ളൂ, 1 and 0, അല്ലെങ്കിൽ 1 and -1, വിത്ത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് പി ആൻഡ് ക്യൂ. പിയും ക്യൂവും തന്നെയാണ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് വരുന്നത്. ബെർണോളി ഡിസ്ട്രിബ്യൂഷന് പറയുന്ന മറ്റൊരു പേര് പോയിന്റ് ബൈനോമിയൽ എന്നും കൂടെ പറയാറുണ്ട്. ഇനി ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു 1 മൈനസ് എക്സ് ആണ്. എക്സിൻ്റെ വില 0 or 1, അല്ലെങ്കിൽ 1 and -1, ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന്. ഇനി വീണ്ടും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് 2 പാരാമീറ്റേഴ്സാണ് ഉള്ളത്, എന്നും പിയും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എൻ പി ആണ്, വേരിയൻസ് എൻ പി ക്യൂ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ദ ഹോൾ റേസ് ടു എൻ, ഇതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ക്യൂ പ്ലസ് പി ഇ റേസ് ടു ഐ ടി ദ ഹോൾ റേസ് ടു എൻ. ഇനി സെൻട്രൽ മൊമെന്റ്സുകൾ പറയണ ബൈനോമിയലിന്റെ സെൻട്രൽ മൊമെന്റ്സ് μ1 എന്ന് പറഞ്ഞാൽ എൻ പി ആണ്, സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് എൻ പി ക്യൂ, തേർഡ് സെൻട്രൽ മൊമെന്റ് എൻ പി ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് പി ആണ്. ഇനി ക്യൂവിന് നമുക്ക് 1 മൈനസ് പി എന്നാക്കി എഴുതിയാൽ എൻ പി ക്യൂ ഇൻറ്റു 1 മൈനസ് 2p എന്നും നമുക്ക് വിളിക്കാം. μ4 ഫോർത്ത് സെൻട്രൽ മൊമെന്റ് എൻ പി ക്യൂ ഇൻറ്റു 1 പ്ലസ് 3n മൈനസ് 2 ഇൻറ്റു പി ക്യൂ, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ പറയാം, എൻ പി ക്യൂ ഇൻറ്റു 1 പ്ലസ് 3p ക്യൂ ഇൻറ്റു n മൈനസ് 2 ആണെന്നും കൂടെ പറയാം. ഓക്കെ, ഈ 3ന്റെ കൂടെ പി ക്യൂവിനെ കൂടെ കൊണ്ടുവരിക, എന്നിട്ട് n മൈനസ് 2. ക്യുമുലൻസ് കാപ്പ 1, കാപ്പ 2, കാപ്പ 3, ഇത് 3 മൊമെന്റ്സ് തന്നെയാണ്, സെൻട്രൽ മൊമെന്റ്സ് തന്നെയാണ്. ഫോർത്ത് ക്യുമുലൻ്റ് എന്ന് പറഞ്ഞാൽ എൻ പി ക്യൂ ഇൻറ്റു 1 മൈനസ് 6p ക്യൂ ആണ്. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്യൂനെസ്സിലേക്ക് പോകും. 1 മൈനസ് 2p ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ പി ക്യൂ. ഇനി ഗാമ 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് അറിയാലോ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 1 മൈനസ് 2p ഡിവൈഡഡ് ബൈ റൂട്ട് എൻ പി ക്യൂ. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. എപ്പോഴറിയോ? പിന്റെ വാല്യൂ ലെസ് ദാൻ 1/2 ആവുമ്പോൾ. ഇനി പിന്റെ വില ഈക്വൽ ടു 1/2 ആവുമ്പോൾ സിമെട്രിക് ആണ്. അങ്ങനെയെങ്കിൽ ഈ പി ഗ്രേറ്റർ ദാൻ 1/2 ആണെങ്കിൽ എന്തായി മാറി? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഇനി β2 കട്ടോസിസ് ആണ്. 3 പ്ലസ് 1 മൈനസ് 6pq ഡിവൈഡഡ് ബൈ എൻ പി ക്യൂ. ഈ 1 മൈനസ് 6pqന് മാത്രമേ എൻ പി ക്യൂ കൊണ്ടുള്ള ഡിവിഷൻ ഉള്ളൂ. അതേസമയം ഗാമ 2 ആണെങ്കിൽ β2 മൈനസ് 3 ആണ് ഗാമ 2 എന്നുള്ളത് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 3 മാറ്റിക്കൊണ്ട് 1 മൈനസ് 6pq ഡിവൈഡഡ് ബൈ എൻ പി ക്യൂ മാത്രമേ ഉള്ളൂ. β2 റിവീൽസ് ദാറ്റ് ആസ് എ നമ്പർ ഓഫ് ട്രയൽസ് n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മിസോകട്ടിക്കായി മാറും. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ റെക്കറൻസ് ഫോർമുല പി എക്സ് പ്ലസ് 1 ഈക്വൽ ടു n മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു പി ബൈ ക്യൂ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ്. റെക്കറൻസ് ഫോർമുലയാണ്, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് നമുക്കറിയാം. ഇനി അടുത്ത ട്രയൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ഫോർമുലയാണ് ദിസ് വൺ. ഇനി എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ n1p ആണ്, y ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ n2p ആണെങ്കിൽ
എക്സും വൈയും കൂടിയുള്ള സമ്മ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ തന്നെയായിരിക്കും. അതിൻ്റെ പാരാമീറ്റേഴ്സ് വരുന്നത് n1 + n2 p ആണ്. ഈ ഒരു പ്രോപ്പർട്ടിനെ അഡിറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളതും കൂടെ അറിയപ്പെടുന്നുണ്ട്. എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയലാണ്, പാരാമീറ്റർ n1 പിയും. വൈ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ തന്നെയാണ്, പാരാമീറ്റേഴ്സ് n2 പിയും ആണെങ്കിൽ ഇവ തമ്മിലുള്ള സമ്മ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ തന്നെയാണ്, പാരാമീറ്റേഴ്സ് n1 + n2, p ആണ്. ഇനി പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ PGF, അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ. പ്രോബബിലിറ്റി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1 - p ഇൻറ്റു എഗെയിൻ ബ്രാക്കറ്റ് 1 - s ദ ഹോൾ റേസ് ടു n. ഇനി എസിന്റെ വില മോഡ് എസ് <1 എന്നും കൂടി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാനുള്ളത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ 1 - p - ps മൈനസ് അല്ല പ്ലസ് ps ആയി മാറും. പീനെ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 1 - p എന്ന് പറഞ്ഞാൽ q ആണ്. q + ps ദ ഹോൾ റേസ് ടു n. ഇങ്ങനെയും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ NP ആണെങ്കിൽ n - x ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ തന്നെയാണ്, പക്ഷേ NQ, പിക്ക് പകരം ഇവിടെ q ആണ്. ഇനി എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയലാണ്, പാരാമീറ്റർ NP ആണെങ്കിൽ കൊവേരിയൻസ് ഓഫ് എക്സ് n - x, കൊവേരിയൻസ് ഓഫ് എക്സ് വൈക്ക് പകരം n - x, ഇവിടുത്തെ n - x ആണെങ്കിൽ കൊവേരിയൻസ് കിട്ടുന്നത് നെഗറ്റീവ് NPQ ആണ്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആണ്. വിത്ത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ Bn1p, Bn2p, ബൈനോമിയൽ വിത്ത് പാരാമീറ്റർ n1p യും ബൈനോമിയൽ വിത്ത് പാരാമീറ്റർ n2p യും ആണെങ്കിൽ ഇതിൻ്റെ കണ്ടീഷണൽ എടുത്താൽ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ x + y ആണെങ്കിൽ അത് ഹൈപ്പർ ജോമെട്രിക് ആയി മാറും. ഹൈപ്പർ ജോമെട്രിക്. ദെൻ സ്റ്റാൻഡേർഡ് ബൈനോമിയൽ വേരിയേറ്റ്. സ്റ്റാൻഡേർഡ് ബൈനോമിയൽ വേരിയേറ്റ് ഇതാണ്, x - np / √npq ആണ്. ഇത് എന്നിൻ്റെ വില ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ബൈനോമിയൽ വേരിയേറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആയി മാറും. ഇനി ബൈനോമിയലിലെ അടുത്തൊരു പ്രോപ്പർട്ടി മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആണ്. വേരിയൻസിനേക്കാളും വലുതായിരിക്കും മീന്. പിന്നെ മോഡിനെ പറ്റി പറയുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. n+1 * p കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റിജർ അല്ലെങ്കിൽ ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ, ഇൻറ്റിജർ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് ഇൻറ്റിജർ പാർട്ട് മാത്രമാണ് മോഡായിട്ട് വരിക. ഇനി n+1 * p ഇൻറ്റിജർ ആണെങ്കിൽ രണ്ട് മോഡ് ഉണ്ടാവും. n+1 * p യും എടുക്കണം. n+1 * p എന്താണോ കിട്ടുന്നത് അതിൽ നിന്ന് 1 - യും കൂടെ വേണം. അപ്പം രണ്ട് മോഡാണ്. ഇനി ഇഫ് എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് ആൻ ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആണ് ഒരു ഫെയർ കോയിൻ ടോസ് ചെയ്യുന്നതെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് മോർ ഹെഡ്, കൂടുതൽ ഹെഡ് കിട്ടണം ദാൻ ടെയിൽ, ടെയിലിനേക്കാളും കൂടുതൽ ഹെഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഇതാണ് 1/2 × 1 - നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്. അപ്പോൾ 2n cn 1/2 raised to 2n. ഇതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബൈനോമിയലിലുള്ളത്.